ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FE ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാംസങ് ഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കാണാൻ കിട്ടും, ചിലപ്പോൾ ആപ്ലിക്കേഷൻ ക്രാഷ് ചെയ്യണത് കാണാൻ കിട്ടും, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാണാൻ കിട്ടും, ചിലപ്പോൾ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂവും കാണാൻ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷനൊക്കെ വല്ലതും ക്രാഷ് ആവുകയാണ്, ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലോഡാവാൻ കുറച്ച് ടൈം എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബേസിക്കായിട്ടൊരു കാര്യമാണ് പറഞ്ഞു തരാൻ പോണത്. ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാനേജ് ആപ്ലിക്കേഷൻ ആൻഡ് ഡിവൈസിൽ പോവുക. അപ്പോൾ സി ഡീറ്റെയിൽസിൽ പോകുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് അപ്ഡേറ്റ് ആവശ്യപ്പെടുന്നത് അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ. അതേമാതിരി നിങ്ങൾ സാംസങ്ങിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് സാംസങ് സ്റ്റോറിൽ പോവുക. സാംസങ് സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ മെനുവിൽ പോവുക. മെനുവിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ കാണിക്കും. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ആപ്സിൽ പോവുക. ആപ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് ആപ്പ് പ്രിഫറൻസസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ക്രാഷ് ആവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോരോ ആപ്ലിക്കേഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോർ എടുക്കുകയാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ടാവും. സ്റ്റോറേജിൽ പോയിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കണ്ട. ക്ലിയർ ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്സാപ്പൊക്കെ നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലിയർ ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ക്യാച്ച് എന്ന് കൊടുക്കുക. ക്ലിയർ ക്യാച്ച് കൊടുക്കുക. അങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻ ക്ലിയർ ക്യാച്ച് കൊടുക്കുക. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്രാഷിൻ്റെ പ്രോബ്ലംസ് സോൾവ് ആവേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ UI ലാഗ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ആപ്സിൽ പോവുക. ആപ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സെർച്ചിൽ UI ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്റ്റോറേജിൽ പോയിട്ട് ക്ലിയർ ഡാറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ UI ലാഗ്സ് ഒക്കെ മാറി കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്നും സോൾവ് ആവണില്ലെങ്കിൽ, പിന്നെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് ടേൺ ഓഫ് ആക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്ന് പവർ ഓഫ് ആക്കട്ടെ. നമ്മുടെ ഫോൺ പവർ ഓഫ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഫോൺ എടുക്കുക അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എടുക്കുക. അതിൽ നമ്മുടെ ഈ USB Type-C കണക്ട് ചെയ്യുക. ഒരു ഫോണിക്ക് അതർ എൻഡിൽ നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ഫോണും കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ് ചാർജ് ആവണ ഒരു ആനിമേഷൻ ഇവിടെ കാണിക്കും, കണ്ടില്ലേ, ടേൺ ഓഫ് ആയി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ചാർജിങ്ങിൻ്റെ ആനിമേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇങ്ങനെ ചാർജിങ്ങിൻ്റെ ആനിമേഷൻ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ വോള്യൂം അപ്പ് ബട്ടൺ ആൻഡ് പവർ ബട്ടൺ ഇങ്ങനെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക ഒരുമിച്ച്. അപ്പോൾ സാംസങ്ങിൻ്റെ ലോഗോ വന്നു കഴിഞ്ഞാൽ ഈ ബട്ടണിന് നമുക്ക് കൈയെടുക്കാം. ഇപ്പോൾ ലോഗോ വന്നില്ലേ, ഇപ്പോൾ സാംസങ്ങിൻ്റെ മീൻസ് പവർ ബട്ടണും വോള്യൂം അപ്പ് ബട്ടണിനും ഞാൻ കൈയെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ റിക്കവറി മോഡിലേക്ക് പോയി. റിക്കവറി മോഡിൽ പോയി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ വരിക, ഇവിടെ റിപ്പയർ ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഫോക്കസ് ആണല്ലേ ക്യാമറയിൽ. ഈ ലാസ്റ്റത്തെ ഓപ്ഷനിൽ റിപ്പയർ ആപ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യണമെങ്കിൽ വോള്യൂം ഡൗൺ ബട്ടൺ, മുകളിലേക്ക് പോകണമെങ്കിൽ വോള്യൂം അപ്പ് ബട്ടൺ, പിന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ പവർ ബട്ടണാണ് വേണ്ടത്. അപ്പോൾ റിപ്പയർ ആപ്സിൽ സെലക്ട് ചെയ്യണമെങ്കിൽ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെയും നിങ്ങളുടെ ഫോണിൽ വലിയ പ്രശ്നങ്ങൾ വരികയാണെന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റെപ്പ് എന്താ, ഇതേമാതിരി നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ റിക്കവറി മോഡിൽ പോവുക. നേരത്തെ കാണിച്ചെന്നില്ല അതുമാതിരി പോവുക. പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡാറ്റാസൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്യുക. ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വൈപ്പ് ഡാറ്റ /ഫാക്ടറി റീസെറ്റ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യാം നമുക്ക് ഈ പവർ ബട്ടൺ വെച്ചിട്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ഫോൺ മൊത്തത്തിൽ ഹാർഡ് റീസെറ്റ് ആവും. അപ്പോൾ നമ്മുടെ ബാറ്ററി റീസെറ്റ് ആവും. നമ്മുടെ ഫോണിൽ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവുന്നതാണ്.
90% സോൾവ് ആവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ വാല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് സോൾവ് ആവില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 90% ഓഫ് യുവർ പ്രോബ്ലംസ് വിൽ സോൾവ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഫോൺ മേടിച്ചപ്പോൾ എന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്ത് അതേമാതിരി സെറ്റപ്പ് ചെയ്യണം. പിന്നെ ബാറ്ററി ഡ്രെയിനിങ് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ബാറ്ററി യൂസേജ് പാറ്റേൺസ് പഠിക്കും. ഒരു 2 ആഴ്ച യൂസ് ചെയ്യുക. 2 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി പാറ്റേൺസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്